വാർത്തകൾ തുടരുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിലെ പ്രാഥമിക കുറ്റപത്രം ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മെയ് 7-നകം കുറ്റപത്രം ഹാജരാക്കാൻ CBIക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കേസിലെ 8 പ്രതികൾ നൽകിയ ജാമ്യ ഹർജിയിലാണ് നടപടി. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ റിമാൻഡിൽ തുടരുന്ന മാനന്തവാടി സ്വദേശി അരുണടക്കം 8 പ്രതികളാണ് ഹൈക്കോടതിയിൽ ജാമ്യഹർജികൾ നൽകിയത്. ഹർജികൾ പരിഗണിച്ച ഹൈക്കോടതി പ്രാഥമിക കുറ്റപത്രം മെയ് 7-നകം ഹാജരാക്കാൻ CBIയോട് നിർദ്ദേശിച്ചു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും CBI കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും 60 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നും പ്രതികൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. വിദ്യാർത്ഥികളായ തങ്ങളുടെ ഭാവി കണക്കിലെടുത്ത് ജാമ്യം നൽകണമെന്നാണ് പ്രതികളുടെ വാദം. കേസിലെ സാക്ഷികളെല്ലാം പ്രതികളുടെ സഹപാഠികളാണെന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും CBI അറിയിച്ചിട്ടുണ്ട്. ഹർജികൾ ഹൈക്കോടതി മെയ് 7-ന് വീണ്ടും പരിഗണിച്ചേക്കും. കീഴ്ക്കോടതി ജാമ്യഹർജി തള്ളിയ സാഹചര്യത്തിലാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ സർവകലാശാല ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SFI പ്രവർത്തകരായ പ്രതികളുടെ ക്രൂരമർദ്ദനത്തെ തുടർന്നായിരുന്നു മരണം സംഭവിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. P. ജയരാജൻ വധശ്രമ കേസിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 7 പ്രതികളെ വെറുതെ വിട്ട കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കാൻ മതിയായ തെളിവുകൾ